എയർപോർട്ടിൽ ഇത്രയും കുറെ കടകൾ കണ്ടിട്ട് നിനക്ക് മുക്കാണോ വേണ്ടേ? ഞാൻ പറഞ്ഞു നല്ലതല്ലേ, ഓടിച്ചിട്ട് എല്ലാരും ആക്കി കിട്ടും. ക്രൂരമായ പ്രവൃത്തിയായി. അല്ലാന്നേ രസല്ലേ, നമുക്ക് ഒരു സന്തോഷമൊക്കെ വേണ്ടേ. വിനീത് ശ്രീനിവാസൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. വിനീത് ശ്രീനിവാസനെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഇല്ല. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൻ ലോലഭാവം. സംസ്കൃതി ഷേണായി എന്ന് പറയുന്ന വ്യക്തി സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് തിരിച്ച് ആ സ്കൂളിലേക്ക് തിരിച്ച് ചെന്നിട്ടുണ്ട്. ഒരു നായികയായതിനു ശേഷം, അനാർക്കലി എന്ന് പറയുന്ന മൂവിക്ക് ശേഷം ആ സ്കൂളിലേക്ക് തിരിച്ച് ചെന്നപ്പോഴുണ്ടായ ഒരു അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? എല്ലാവരും ട്രോളിയോ? അതായത് ഇത് വരുന്നു, സിനിമ നടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആക്ച്വലി അനാർക്കലി ചെയ്തതിന് ശേഷം പിന്നെ സ്കൂളിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. സ്കൂളൊക്കെ കഴിഞ്ഞു. 17 സ്കൂൾ കഴിഞ്ഞിട്ടാണ് ഞാൻ 12th എനിക്ക് അവിടെ ബോർഡ്സ് എഴുതാൻ പറ്റിയില്ല, കാരണം എനിക്ക് അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ വർഷം സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഇയർ NIOS ത്രൂ ആണ് ഞാൻ 12th എഴുതിയെടുത്തത്. അപ്പോൾ പോയിട്ടുണ്ട്. അവിടെ ആനുവൽ ഡേ സെലിബ്രേഷന് ഗസ്റ്റായിട്ട് വിളിച്ചു. ആ സമയത്തിന് പ്രിൻസിപ്പൽ സാർ ഉണ്ടായിരുന്നു. സാറ് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് പണ്ട് നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ നമ്മൾ അത്രയും സന്തോഷത്തോടു കൂടി അത്രയും പ്രൗഡായിട്ട് നമ്മളെ കാണുമ്പോൾ, നമ്മളെ കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. സ്കൂളിൽ നല്ല കുട്ടിയായതുകൊണ്ട് തന്നെ എല്ലാവരും കൈ കൊണ്ട് നടന്നു ആയിരിക്കാം. കാരണം ഞാൻ അത്യാവശ്യം നല്ല പെറ്റായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഡാൻസ്, പാട്ട്, അത് ഇത് എല്ലാത്തിലും ഉണ്ടാവും. ഇപ്പോൾ ഹൗസ് ക്യാപ്റ്റൻസ് അത് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. 4 ഗ്രൂപ്പ്സ് ഹൗസ് അങ്ങനെ. അപ്പോൾ ഹൗസ് ക്യാപ്റ്റൻ, ഞാൻ വൈസ് ക്യാപ്റ്റൻ ആകുമ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാത്തിനും മുന്നിലുണ്ടാവും. കാരണം എല്ലാത്തിനും ഉണ്ടാവും, എല്ലാ പരിപാടിക്കും. സംസ്കൃതി പിന്നെ ഉണ്ടാവും, അവിടെ കളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. ഒരു പ്രാവശ്യം അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ മോഹിനിയാട്ടം ഞാൻ ബേസിക് പഠിച്ചത് തന്നെ. കാരണം അന്ന് നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷനാണ്. സ്കൂളിൽ മോഹിനിയാട്ടം റെപ്രസെൻറ്റ് ചെയ്യാൻ ആരും ഇല്ല നമ്മുടെ കൂടെ. ആ ഒരു കാറ്റഗറിയിൽ ഹൈസ്കൂൾ കാറ്റഗറി ആരുമില്ല. ബാക്കിയുള്ള ഹയർ കാറ്റഗറിയാണ്, അതിൽ വേറെ ചേച്ചിമാരുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ മോഹിനിയാട്ടം റെപ്രസെൻറ്റ് ചെയ്യാൻ ആരുമില്ല. എന്നോട് പറഞ്ഞു മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല. പറഞ്ഞു എന്തെങ്കിലും ചെയ്യും മോളെ എന്നൊക്കെ. ഞാൻ പറഞ്ഞു ടീച്ചർ ഞാൻ മോഹിനിയാട്ടം ബേസിക്കും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നണു ഒരു മാസത്തോളം സമയമുണ്ടെന്ന് തോന്നുന്നു. ആ സമയത്ത് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞ്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ഒരു ഡാൻസ് മോഹിനിയാട്ടം പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ച് ഒരു ഡാൻസ് പഠിച്ച് അവിടെ കലോത്സവത്തിന് പോയി. 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രൈസ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്, കാരണം 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്തായാലും മോഹിനിയാട്ടം അറിയില്ല, ഞങ്ങൾ കളിച്ചേക്കാം എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ പഠിച്ച സംഭവം ഞാൻ പെർഫോം ചെയ്തു. അന്ന് എനിക്ക് ഫസ്റ്റും കിട്ടി. എന്താ നടന്നതെന്ന് അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ മറ്റേ കുട്ടി ഷീ ഹാസ് ബീൻ പെർഫോമിങ്, എന്താ പറയുക, വർഷങ്ങളായിട്ട് മോഹിനിയാട്ടം കളിച്ചുകൊണ്ട് വരുന്നൊരു കുട്ടിയാണ്. ആൻഡ് ഐ കുഡ് സീ ദാറ്റ് ഷീ ഹാഡ് പെർഫോം ബെറ്റർ ദെൻ മീ. ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞു സത്യമായിട്ട് ആ കുട്ടിയാണ് നന്നായിട്ട് കളിച്ചത്, അവൾക്കല്ലേ ഫസ്റ്റ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു സാരില്ല, പോട്ടെ, കിട്ടിയില്ലേ, നമുക്ക് ഫസ്റ്റ് കിട്ടി ആക്സെപ്റ്റ് ചെയ്യുക, അവൾക്ക് നെക്സ്റ്റ് ടൈം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് അച്ഛൻ പോയി. എനിക്ക് അതൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അതായത് ആരെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അവർക്ക് കിട്ടാതെ പോവുക എന്ന് പറഞ്ഞു. ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടണം എന്നുള്ളതാണ് ഒരിത്. അതാണ് ആക്ച്വലി ഡാൻസ് കളിക്കുന്നവരൊക്കെ എനിക്ക് ഫസ്റ്റ് വേണം, ഞാനിങ്ങനെ എന്ന് ആ ഒരു സംഭവമല്ല. ആരെങ്കിലും നന്നായിട്ട് കളിച്ചാൽ ഷീ ഡിഡ് വെൽ, ഷീ ഡിസേർവ്സ് ഇറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതായിരുന്നു. അപ്പോൾ കമ്മിങ് ബാക്ക് ടു അനാർക്കലി മൂവി. അപ്പോൾ അനാർക്കലി മൂവിയിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രണയങ്ങളെക്കുറിച്ചുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സച്ചി എന്ന ഡയറക്ടർ നമുക്ക് കാണിച്ചു തന്നൊരു മൂവിയാണ്. ആ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയ ആരുടെയായിരുന്നു? പൃഥ്വിരാജും നായികയുമായിട്ടുള്ള പ്രണയമായിരുന്നു അതോ സംസ്കൃതിയുടെ പ്രണയമായിരുന്നോ കുറച്ചുകൂടെ ഇഷ്ടം തോന്നിയത്? ആ സിനിമയോടാണ് ഇഷ്ടം തോന്നിയത്, പ്രണയത്തിനോടല്ല. കാരണം ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര രസകരമായൊരു പ്രണയമാണ് പൃഥ്വിരാജിൻ്റെയും പ്രിയൽ ഗോറിൻ്റെയും അത് ചെയ്തിരിക്കുന്നത്. അതും നമ്മളിങ്ങും കാണാത്തൊരു ടൈപ്പ് പ്രണയമായിരുന്നില്ലേ ഇത്. ഞാൻ ചെയ്ത ക്യാരക്ടർ മിക്ക വീട്ടിലും ഉണ്ടാവും ഒരു നടക്കാതെ പോകുന്ന പ്രണയം, ബിക്കോസ് വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അത് പിന്നെയും കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ രാജുവേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പ്രണയം അതങ്ങനെ അത്ര
എല്ലായിടത്തും കാണാൻ കിട്ടുന്നൊരു സംഭവമല്ല. ഭയങ്കര രസകരമായ ഒരു സ്റ്റോറി ലൈനായിരുന്നു. സോ കുറച്ചും കൂടെ അതിനോടാണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാനിത് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, പ്രണയത്തിൻ്റെ കാര്യം ചോദിച്ചതെന്ന് വെച്ചാൽ, ജീവിതത്തിൽ വിവാഹം നടന്നത് പ്രണയമായിരുന്നോ അതോ അറേഞ്ച്ഡ് ആയിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ രണ്ടും ഒക്കെ തന്നെയായിരുന്നു. പ്രണയം ഒക്കെ തന്നെയാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ ചടപടയും ഞങ്ങൾ പ്രണയിച്ചു, കല്യാണം കഴിച്ചു. എങ്ങനെയായിരുന്നു പുള്ളി ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? പുള്ളിയുടെ ഒരു ഷോപ്പ് ഇനാഗുറേറ്റ് ചെയ്യാൻ പോയതാണ്. അങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് കാണുന്നത്. ഞാൻ പുള്ളിയുടെ ഷോപ്പിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ പേരെന്താണ്? വിഷ്ണു വിഷ്ണു എന്നാണ്. വിഷ്ണു എന്നാണ്. അപ്പോൾ പുള്ളിയുടെ ഷോപ്പിൽ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. കോഫിയൊക്കെ കുടിച്ച് ഞാൻ ഡിസ്കഷന് വേണ്ടിയിട്ട് സിനിമ ഡിസ്കഷൻ മിക്കതും ആ ഒരു ഷോപ്പിൽ വെച്ചിട്ടാണ് നടക്കാറ്. എനിക്ക് വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അവിടെ പുള്ളി എന്നെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പുള്ളീനെ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല, അറിയില്ല. എനിക്ക് ഫേസ്ബുക്കിൽ ഇങ്ങനെ മെസ്സേജ് വന്നു, എൻ്റെ ഷോപ്പ് ഇനാഗുറേഷനാണ് സെൻറ്റർ സ്ക്വയറിൽ വെച്ചിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഈ കട സബ്വേ ആണ് പുള്ളിക്ക് ബിസിനസ്. അപ്പോൾ സബ്വേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസാണ്. ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് വെറൈറ്റീസ് ഓഫ് ഫുഡ് എനിക്ക് കുറവാണ്. അപ്പോൾ സബ്വേ സാൻഡ്വിച്ചസ് എനിക്ക് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഇവിടെ വന്ന സമയമാണത്. അത്രയും നാൾ കൊച്ചിയിൽ സബ്വേ സാൻഡ്വിച്ചസ് വന്നിട്ടില്ല. ആദ്യം ഗോൾഡ് സൂക്കിലാണ് വന്നത്, പിന്നെ സെൻറ്റർ സ്ക്വയറിൽ. അപ്പോൾ ആ ഒരു ക്രേസിൽ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഇനാഗ്രേഷൻ കഴിഞ്ഞു. അങ്ങനെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സംസാരിച്ചു തുടങ്ങി. ഞങ്ങൾ നല്ല അടിപൊളി ഫ്രണ്ട്സായി. അടിച്ചു പൊളിച്ച ഫ്രണ്ട്സ്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഒരു പ്രണയത്തിലേക്ക് മാറി എന്ന് ചോദിച്ചാൽ അറിയില്ല. പുള്ളിക്ക് അത് ആദ്യം മാറി, പിന്നെ എന്നോട് ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ പ്രപ്പോസൽ അല്ലെങ്കിൽ എനിക്കിഷ്ടമാണ് ആ ഒരു സംഭവം ഒന്നും നടന്നിട്ടില്ല. കുറേ നാൾ നല്ല ഫ്രണ്ട്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കല്യാണം നോക്കുന്നുണ്ടായിരുന്നു. കല്യാണം നോക്കുന്ന സമയത്ത് ഞാൻ പറയും, ആണോ കല്യാണം നോക്കിയോ, ഇങ്ങനെയാണോ, ഡോക്ടറാണോ, അന്ന് അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഞാനിരുന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഇല്ല, ഫ്രണ്ട്സാണ്. പക്ഷെ പിന്നെ പുള്ളിയായിട്ട് ഒരു ദിവസം എന്നോടിങ്ങനെ ഒരു താല്പര്യം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി വൈ നോട്ട്, ബെസ്റ്റ്, നല്ല ഫ്രണ്ട്സാണല്ലോ, ഫ്രണ്ട്ഷിപ്പാണല്ലോ നമുക്ക് ആവശ്യം. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പതുക്കെ ഇറ്റ് ബ്ലൂംഡ് ഇൻ ടു ഒരു ലവ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. പറയാതെ പറഞ്ഞൊരു പ്രണയമായിരുന്നു അത്. പിന്നീട് പെട്ടെന്ന് തന്നെ വിവാഹത്തിലേക്ക്. എന്നായിരുന്നു വിവാഹം? എന്നായിരുന്നു വിവാഹം? 2018 അപ്പം ഈ പ്രണയിച്ചുകൊണ്ടിരുന്ന ഒരു സമയം, അത് അധിക സമയമില്ല, ഒരുപാട് നാൾ അങ്ങനെ. എനിക്ക് സത്യം പറഞ്ഞാൽ അത് പറയാൻ അറിയില്ല. ഞങ്ങൾ കണ്ടുമുട്ടി 2014-15 ഈ ഇനാഗ്രേഷൻ നടക്കുന്നത്. പിന്നെ 1-2.5 വർഷം ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഇങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞൊരു സംഭവം വരിക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ് പുള്ളീനെ. അപ്പോൾ അങ്ങനെ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ അച്ഛൻ്റെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു കല്യാണത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എൻഗേജ്മെൻറ്റ് 2017 ജൂലൈയിൽ കഴിഞ്ഞു. 2018 ഏപ്രിലിൽ കല്യാണം കഴിഞ്ഞു. എല്ലാം ചടപടയിൽ നടന്നു. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാം അങ്ങനെയാണ്, ഭയങ്കര സ്പോണ്ടാനിയസ് ആയിട്ടാണ്. ഒന്നും എൻ്റെ പ്ലാൻഡ് ആയിട്ട് നടന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെയാണ് പോയിക്കൊണ്ട് എല്ലാം ലെറ്റ്സ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ വിശ്വസിക്കുന്ന അതാണ്, ലെറ്റ്സ് ഗോ വിത്ത് ദ ഫ്ലോ. വെറുതെ നമ്മളിരുന്ന് അടുത്ത 10 വർഷത്തേക്കുള്ള പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ഇപ്പോൾ ജീവിക്കേണ്ട, ഇപ്പോൾ ഉള്ള ഈ ഒരു മൊമെന്റ് ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഐ ബിലീവ് ഇൻ ദാറ്റ്. ഹസ്ബൻഡും അങ്ങനെ അതേ ഒരു പാറ്റേൺ ആണ്. പുള്ളിയും കുറേയൊക്കെ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞൊരു മെൻറ്റാലിറ്റിയാണ്. പക്ഷേ ഞങ്ങൾ ടോട്ടൽ ഓപ്പോസിറ്റ്സ് ആണ്. പുള്ളിയുടെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ വ്യത്യാസമാണ്. ഞാൻ ഡാൻസ്, പാട്ട്, ബുക്ക്, സിനിമ, അത് ഇത്. പുള്ളിക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് സെയിം ആയിട്ടുള്ളത് സിനിമ കാണുക, ആ ഒരു സംഭവം മാത്രമേ സെയിം ആയിട്ടുള്ളൂ. അല്ലാണ്ട് പുള്ളിക്ക് ഡാൻസിനോട് അങ്ങനെ വലിയതില്ല. കാണാനൊക്കെ ഇഷ്ടമാണെന്നല്ലാണ്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്ന ഒരാളല്ല. എനിക്ക് ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് ബുക്ക് കണ്ടൂടാ. അങ്ങനെ ബുക്ക് കണ്ട ഉറങ്ങുന്ന ഒരു ടൈപ്പാ. ബുക്ക് കണ്ട എന്ന് പറയുന്നുള്ളൂ, എന്താ സംഭവം. അപ്പോൾ അതിലേയും ഒരു രസകരമായ ഒരു സ്റ്റോറി വെച്ചാൽ, ഞങ്ങൾ ഹണിമൂണിന് ക്രാബിയിൽ പോയിട്ടുണ്ടായിരുന്നു. ക്രാബി എയർപോർട്ടിൽ വെച്ചിട്ട് എനിക്ക് ബോറടിക്കുന്നു, ഒന്നും ചെയ്യാനില്ല. അവിടെ നിന്ന് നെറ്റ് വൈഫൈ വേണമല്ലോ. അപ്പോൾ ആ സമയത്ത് എയർപോർട്ടിൽ വന്നപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എയർപോർട്ടിൽ ചുറ്റും നോക്കിയപ്പോൾ ഒരു ബുക്ക് സ്റ്റോർ. ഞാൻ പറഞ്ഞു എനിക്ക് ബുക്ക് വാങ്ങിച്ചു തരുമോ?
ഞാൻ നോക്കിയിട്ട് അയ്യേ എന്ന് പറഞ്ഞു. അയ്യേയോ ചോദിച്ചു, നിനക്ക് ഇത്രയും വലിയ എയർപോർട്ടിൽ ഇത്രയും കുറേ കടകൾ കണ്ടിട്ട് നിനക്ക് ബുക്കാണോ വേണ്ടേ? ഞാൻ പറഞ്ഞു നല്ലതല്ലേ ബുക്കാകുമ്പോൾ എനിക്ക് ഫുള്ള് പിന്നെ പോണ വഴിക്ക് വായിച്ചിട്ട് പോകാം. നടക്കില്ല നടക്കില്ല നടക്കില്ല, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറ, അല്ലെങ്കിൽ വാ പോവാന്ന് പറഞ്ഞു. എനിക്ക് വായിച്ചെന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു നോ കേട്ട അവിടെ നിന്നാണോ? യെസ്, ആദ്യമായിട്ട് നോ അല്ല, നോ കേട്ടിട്ടുണ്ട്. പക്ഷെ നല്ലൊരു കാര്യത്തിന് വേണ്ടി നോ കേട്ടത് അപ്പോഴാണ്. കാരണം എൻ്റെ അച്ഛൻ എപ്പോഴും എന്നെ വായിക്കാൻ ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ്. അച്ഛൻ എഴുതും, ഒരുപാട് എഴുതും, അച്ഛൻ നന്നായിട്ട് വായിക്കും. അപ്പോൾ എനിക്ക് ആ ഒരു സംഭവം ഇഷ്ടമാണ്. നമ്മൾ ട്രാവൽ ചെയ്യണ സമയത്ത് വായിക്കുക, ബുക്ക് വായിച്ചിട്ട് പോകാം, എവിടെയെങ്കിലും പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് ബുക്ക് വായിക്കുക, പാട്ട് കേൾക്കുക. ഞാൻ ഐ ലൈക്ക് ദാറ്റ്. പുള്ളി നേരെ തിരിച്ചാണ്. ഞാനാകെ പുള്ളി ഇപ്പോൾ എപ്പോഴും പറയും സ്കൂളിലെങ്ങാണ്ട് നിർബന്ധമായിട്ട് പിടിച്ചിരുത്തി വായിച്ച ഒരു നോവൽ മാത്രമേ പുള്ളി ജീവിതത്തിൽ വായിച്ചിട്ടുള്ളൂ. അതല്ലാണ്ട് പുള്ളി ബുക്ക് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറയും. അതും വേറൊരു രസമുള്ള സ്റ്റോറി വെച്ചാൽ, ഞാൻ പ്രേമിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് വായിക്കുമോ എന്ന് ചോദിച്ചു. ആ വല്ലപ്പോഴും പറഞ്ഞു. എന്താ വായിക്കാന്ന് ചോദിച്ചു. പറഞ്ഞു വനിത. അല്ല അത് വളരെ ലേറ്റ് ആയിട്ടാണ് മനസ്സിലായത് പുള്ളിക്ക് വായനാശീലമില്ല. അല്ല, ഞങ്ങൾ പ്രണയിച്ചോണ്ടിരിക്കുന്ന സമയത്ത്. പക്ഷെ സാധാരണ ആരും അങ്ങനെ പറയില്ല, വായിക്കുന്ന ശീലമല്ല. പുള്ളിയും ഇങ്ങനെ എന്നെ ട്രോളും, ഞാൻ ട്രോളും, പുള്ളി തിരിച്ച് ട്രോളും. ആ ഒരു സംഭവത്തിൽ തന്നെ പുള്ളി എന്താ വായിക്കാതെ വനിത. നൈസ്, ഓക്കെ എന്നായിരുന്നു. രസമാണ്. പുള്ളി എല്ലാത്തിനും കമ്പനി തരും. ഇപ്പോൾ സിനിമയുടെ കാര്യമാകുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ വരുമ്പോൾ പുള്ളി ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. പക്ഷേ ഹീസ് എൻ ഇൻട്രോവേർട്ട്. ഞാൻ എക്സ്ട്രോവേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ എക്സ്ട്രീം എക്സ്ട്രോവേർട്ടും അല്ല, ആംബിവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സംസാരിക്കുകയും ചെയ്യും, എന്നാൽ ഒരു സൈലൻസ് ഉള്ളൊരു സ്പേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെയാണ്. ഞാൻ എല്ലാവരുമായിട്ട് ഞാൻ കമ്പനി കൂടും, എല്ലാവരോടും സംസാരിക്കും. എനിക്ക് അതിനൊന്നും ഒരു മടിയില്ല. പക്ഷേ ഐ ലൈക്ക് മൈ എന്താ പറയുക, ഒരു മീ ടൈം. ഐ ലൈക്ക് മൈ സ്പേസ്. ഐ ലൈക്ക് ടു ബി അലോൺ. ഐ എൻജോയ് മൈ കമ്പനി വൺസ് ഇൻ എ വൈൽ. ആ ഒരു സംഭവം ഉണ്ട്. അപ്പം ജീവിതത്തിൽ ഇപ്പം ഏറ്റവും നല്ല സുഹൃത്തുക്കൾ, അതായത് സ്കൂൾ ടൈം തൊട്ട് ഇന്ന് വരെ സൂക്ഷിക്കുന്നൊരു സുഹൃത്ത് എന്ന് പറയുന്നത് ആരായിരിക്കും ലൈഫിൽ? സ്കൂൾ ടൈമിൽ തൊട്ട് എൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്ന 2 പേര് ഉണ്ട്, നവ്യ ആൻഡ് അപർണ. അവർ 2 പേരും ആ സമയം തൊട്ട് ഇന്നേ വരെ കോണ്ടാക്റ്റിലുണ്ട്. അതല്ലാതെ എൻ്റെ ഒരു 10th കഴിഞ്ഞിട്ട് ഞാൻ ക്ലോസ് ആയ 2 ബാച്ച് ഉണ്ട്, ലൈക്ക് അർജുൻ, ആദിത്യ, അങ്ങനെ കുറച്ച് പേര്. അങ്ങനെ കുറച്ച് വളരെ ചുരുക്കം ഫ്രണ്ട്സ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല, കയ്യിലുണ്ടാവുന്ന അത്ര ഫ്രണ്ട്സേ എനിക്ക് ഉണ്ടാവുള്ളൂ. ലൈക്ക് ഐ കൺസിഡർ ദം സ്പെഷ്യൽ. അങ്ങനെ ഉള്ളവരതാണ്. നവ്യ ഇപ്പോൾ റീസെൻ്റ്ലി അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. എല്ലാവരും അവരുടെ ലൈഫിൽ ഹാപ്പിയാണ്. ബട്ട് വി കീപ്പ് ഇൻ കോൺടാക്ട്, വി കീപ്പ് ഇൻ ടച്ച്. ഈ സ്കൂളിൽ പഠിച്ച ആൾക്കാരുമായിട്ടുള്ള ഗെറ്റ് ടുഗദേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും? എനിക്ക് കഴിഞ്ഞപ്പോൾ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാനപ്പോൾ ചെന്നൈയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എക്സാം ആയിരുന്നു അവിടെ, ഞാൻ അവിടെ പഠിക്കാൻ പോയ സമയത്ത്. അതുകൊണ്ട് എനിക്ക് അത് മിസ്സായി. പക്ഷേ ഇവളുടെ കല്യാണത്തിന് ഇപ്പോൾ പോയപ്പോൾ ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. ബാക്ക് ടു സിനിമ. അപ്പം അനാർക്കലിക്ക് ശേഷം പിന്നീട് ഏത് മൂവിയായിരുന്നു ചെയ്തത്? മരുഭൂമിയിലെ ആന, VKP സാറിൻ്റെ മരുഭൂമിയിലെ ആന. അതിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതിൻ്റെ എക്സ്പീരിയൻസ് കുറച്ച് പേരായിരുന്നു. പിന്നെ ബിജു ചേട്ടൻ ഓൾറെഡി അനാർക്കലി ചെയ്ത് അറിയാവുന്നത് കൊണ്ട് ആ ഒരു കമ്പനി ഉണ്ടായിരുന്നു. പിന്നെ കിച്ചു കൃഷ്ണശങ്കർ, കിച്ചുവിൻ്റെ പേരായിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ചേട്ടൻ ഭയങ്കര കമ്പനിയായിരുന്നു. ആദ്യത്തെ ദിവസം നമുക്ക് ആ ഒരു നെർവസ്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് കിച്ചേട്ടൻ കാരണം അതൊക്കെ ഒന്ന് സെറ്റിലായി. പിന്നെ VKP സാർ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. VKP സാർ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആക്കിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ കിക്ക് ബോക്സർ എന്നായിരുന്നു സാറ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ഒരു ഭയങ്കര ഫെമിനിനായിട്ടല്ല ഞാൻ നടക്കുന്നത്. ഞാൻ നടക്കുമ്പോൾ ഭയങ്കര കാഷ്വലായിട്ടാണ് നടക്കാറ്. അവർ പറയും എല്ലാം വരുതോ കിക്ക് ബോക്സർ ചോദിക്കും. അങ്ങനെ തന്നെ വിളിച്ചു കിക്ക് ബോക്സറിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ജോളിയായിട്ട് ഹാപ്പി ആയിട്ടാണ് ആ ഷൂട്ടും പോയത്. അതിനുശേഷം കന്നഡ മൂവി ചെയ്തു. കന്നഡ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ചെയ്തത്. എന്താ പറയുക, അത് എക്സ്ട്രീം ഇവിടുത്തെ വേറൊരു സ്റ്റൈലായിരുന്നു. അതായത് ആ ഡയറക്ടറിൻ്റെ സ്റ്റൈല് വേറെ ആയിരുന്നു. മഹേഷ് സുഖതരി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഡയറക്ടർ. പുള്ളിയുടെ സ്റ്റൈലെന്ന് വെച്ചാൽ ഫുള്ള് ആ ക്യാരക്ടറായിട്ട് നമ്മൾ നിൽക്കണം. പുള്ളിയുടെ മനസ്സിലൊരു ക്യാരക്ടറുണ്ട്, ആ ക്യാരക്ടർ തന്നെ ഇവിടെ വരണം എന്ന് പറഞ്ഞ സംഭവം പുള്ളിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ഞാൻ എൻജോയ് ചെയ്ത ഒരു സിനിമയാണ്. അതിലൊരുപാട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു സിനിമ ചെയ്ത സമയത്ത്. ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. നമ്മൾ മലയാളത്തിൽ പലരും പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്, മലയാളത്തിൽ കുറച്ചും കൂടെ നമുക്ക് നാച്ചുറലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ അന്യഭാഷകളിൽ എത്തുമ്പോൾ
അവിടെ കുറച്ചും കൂടെ ഈ പറയപ്പെടുന്ന ഭയങ്കര ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് സംഗതികൾ നമ്മുടെ എക്സ്പ്രഷൻസിലെല്ലാം ചേർത്തിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിലായിരുന്നോ അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ കണ്ട മൂവിയിലായിരുന്നോ കുറച്ചും കൂടെ നാച്ചുറലായിട്ട് നിൽക്കാൻ പറ്റിയത്? ഐ വുഡ് സേ മലയാളത്തിൽ നാച്ചുറലായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എനിക്കതിൽ പറയാൻ അല്ലെങ്കിൽ തിരുത്താനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ആർട്ടിഫിഷ്യൽ എന്ന് നമുക്ക് തോന്നുന്നത് അവരുടെ രീതിയാണ്. തമിഴ്നാട്ടിൽ പോയിട്ട് അവിടുത്തെ ഒരു വില്ലേജിൽ പോയി നോക്ക്, എവ്രി ഗേൾ വിൽ സേ അങ്ങനെ സംസാരിക്കുള്ളൂ. ഓക്കെ. അവരുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. അവർ ആരും ഇങ്ങനെ അവിടെ ഇരിക്കത്തില്ല. ഈ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവും അവർക്ക്. അത് ഉണ്ട്. അത് അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ സ്റ്റൈലാണത്. അത് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ വി ഫീൽ ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ. ഫോർ ദെം ദാറ്റ് ഈസ് നാച്ചുറൽ. അതേപോലെ കന്നഡ ഓൾസോ ഒരുപാട് അങ്ങനെ ആർട്ടിഫിഷ്യൽ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ബട്ട് ഡിഫറെൻ്റ് ആയിരുന്നു ആൻഡ് നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് ഐ എൻജോയ്ഡ് പ്ലേയിങ് ദറ്റ് ക്യാരക്ടർ. തമിഴൊക്കെ കാണുമ്പോൾ സിനിമ എപ്പോഴും എല്ലാവരും പറയാതെ ഭയങ്കര എന്തെന്നാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ദ ഡയറക്ടർ വാണ്ടഡ് ദാറ്റ്. ഐ ഡിഡ് വാട്ട് ദ ഡയറക്ടർ വാണ്ടഡ്. ഡയറക്ടറാണ് ഒരു സിനിമയുടെ അമ്മ, മദർ ഓഫ് ദ മൂവി. പ്രൊഡ്യൂസറാണ് അച്ഛൻ. അപ്പോൾ ഡയറക്ടർ എന്ന് പറയുന്ന പുള്ളിയുടെ കോൺസെപ്റ്റിൽ എന്താണോ ഉള്ളത്, പുള്ളിക്ക് എന്താണോ വേണ്ടത്, ആസ് എൻ ആർട്ടിസ്റ്റ് വി ആർ സപ്പോസ് ടു ഡെലിവർ ദാറ്റ്. അപ്പോൾ പുള്ളിയുടെ മൈൻഡിൽ അതാണ് ക്യാരക്ടർ എങ്കിൽ വി ഷുഡ് ഡെലിവർ ദാറ്റ്. അത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയാലും ഇഫ് ഹീ ഈസ് സാറ്റിസ്ഫൈഡ്, ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് ഇസ് നെസസറി. അപ്പം ഇത്രയും പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും കന്നഡത്തിലും തമിഴിലും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ചെയ്ത സിനിമകളിലെല്ലാം തന്നെ കുറച്ച് എന്താ പറയുക, ഒരു പാവം കുട്ടി ആയിട്ടുള്ളൊരു റോളാണ് എല്ലാത്തിലും അത്യാവശ്യം കോമൺ ആയിട്ട് കാണുന്നൊരു അതാണ്. സംസ്കൃതിക്ക് കുറച്ചും കൂടെ എനിക്ക് ഇന്നൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയുവാണെങ്കിൽ അത് എത്തരം ക്യാരക്ടേഴ്സ് ആയിരിക്കും? ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്കൊരു പ്രേത സിനിമ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം. അത് എനിക്ക് ഒരാഗ്രഹമുണ്ട്. 2, എനിക്ക് ഇത്രയും നാളായിട്ടും സിനിമ ചെയ്തതിൽ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. സോ എനിക്ക് നല്ല ഡാൻസ് നമ്പേഴ്സൊക്കെ ഉള്ള ഒരു സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഒരു നല്ല മ്യൂസിക്കൽ സംഭവം ചെയ്യണം എന്നും ആഗ്രഹമുണ്ട്. അപ്പം അത്തരം ഓപ്പർച്യൂണിറ്റീസുകളാണ് സമീപിച്ചിട്ടുണ്ടോ? അങ്ങനെ അത്തരം ഓപ്പർച്യൂണിറ്റീസുകൾ എപ്പോഴെങ്കിലും? ഐ വുഡ് ഹാവ് ഗ്രാബ് ദാറ്റ്, അങ്ങനെ ഒരു നമ്പർ കിട്ടിയാൽ. പക്ഷേ അങ്ങനത്തെ റോൾസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആക്ച്വലി ഹൊറർ ഒരെണ്ണം വന്നിരുന്നു, ബട്ട് സമയദോഷം കൊണ്ട് എൻ്റെ കയ്യിൽ നിന്നില്ല. അത് കൊറോണ സമയത്തായിരുന്നു അതോ? കൈൻഡ് ഓഫ് ഈ കൊറോണ കാലഘട്ടമുണ്ട്. കൊറോണ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറച്ച് നാളുകളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പം സൈലൻസ് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും സംസ്കൃതിയെ സംബന്ധിച്ച് സംസ്കൃതി കുറച്ചും കൂടെ ആക്റ്റീവും കൂടാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എങ്ങനെ കടന്നുപോയി? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ഡിപ്രസ്ഡ് മോഡിൽ പോയൊരു സമയമായിരുന്നു കൊറോണ കാലഘട്ടം. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വീട്ടിൽ നമ്മൾ എത്ര പ്രൊഡക്റ്റീവ് ആവും? അതും ഞാനൊരു ഒരുപാട് അങ്ങനെ ടിക്ടോക്ക്, റീൽസ് ആ ഒരു മോഡിലേക്ക് പോയ ആളല്ല. എല്ലാവരും ആ ഒരു സമയത്ത് അത് ചെയ്ത് മുന്നിൽ വന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ കാലഘട്ടം എങ്ങനെ കടന്നുപോയെന്ന് ഇപ്പം ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ട് ഒരുപാട്. കാരണം വീട്ടിൽ പിന്നെ അന്ന് ആക്ച്വലി ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ കുട്ടികൾ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവർ കാരണം മാത്രമാണ് ഞാൻ ആ ഒരു കാലഘട്ടം പിന്നെയും ഹാപ്പി ആയിട്ട് പോയത്. കാരണം ആ സമയത്താണ് കൊറോണ ബേബി ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ, കുഞ്ഞ്. അവൻ ജനിച്ച സമയം ആ ഒരു സമയമാണ്, കൊറോണ വന്ന ആ ഒരു സമയം. അതുകൊണ്ട് അവൻ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ സമയം പിന്നെയും പോയത്. അതർവൈസ് ചെയ്യാനൊന്നുമില്ല. ഡാൻസ് ചെയ്ത് എത്ര നേരം ചെയ്യും, പാട്ടുപാടി എത്ര നേരം ചെയ്യും, സിനിമ കണ്ട് എത്ര നേരം ചെയ്യും, ഒന്നുമില്ല. ഒരു ആക്ടിവിറ്റി ഇല്ല, പുറത്തിറങ്ങാനും പറ്റുന്നില്ല. നമ്മൾ ആ സമയത്ത് സിനിമേനെ കുറിച്ച് ഞാൻ തിരിച്ച് ചിന്തിച്ചിട്ടില്ല രണ്ടാമത്, അല്ലെങ്കിൽ സീരിയൽ ഓഫേഴ്സ് വന്നിട്ടില്ല. ആ കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ. ഒന്നൊരു സ്ഥിരത ഇല്ലാത്തൊരു ലൈഫ് പോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് എത്ര ഇഷ്ടപ്പെട്ടാലും ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് വെറുതെ ഇരിക്കാൻ എനിക്കിഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സംതിങ് പ്രൊഡക്റ്റീവ്. അപ്പോൾ അത് കാരണം ഇറ്റ് വാസ് എ ഡിഫിക്കൾട്ട് പീരിയഡ്. എഴുതുന്ന സ്വഭാവമുണ്ടോ? എഴുതാറില്ല, ഇല്ല. എൻ്റെ അച്ഛൻ എഴുതും, നന്നായിട്ട് എഴുതും. അച്ഛനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷേ
എനിക്ക് ആ ഒരു ഇത് വന്നിട്ടില്ല, സിനിമയിൽ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ഒരു കഥ എഴുതി അത് സംവിധാനം ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം? നെവർ സേ നെവർ, ബട്ട് നോട്ട് ഷുവർ. ഞാൻ കുറച്ചുകൂടെ ഒരു പെർഫോമർ ബേസിസിൽ പോകുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത് ഒരു ഡാൻസ് ഷോ ചെയ്തു എന്ന് പറയാൻ അതിന് പിന്നെയും ചാൻസസ് ഉണ്ട്. സിനിമ അത് ഞാൻ ഇപ്പോഴും പഠിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഐ ഡോണ്ട് നോ. സിനിമയിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലുകളാണല്ലേ? അതെ. അപ്പോൾ പുതിയ പ്രോജക്റ്റ് എന്താണ് ഇപ്പം പ്രസൻ്റ്ലി ഉള്ളത്? പ്രസൻ്റ്ലി ഞാൻ മഴവിൽ മനോരമയിൽ ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് പറഞ്ഞൊരു സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പികൾ ഷാരി ചേച്ചിയാണ് അതിൽ മെയിൻ ലീഡായിട്ട് ചെയ്യുന്നത്. ഷാരി ചേച്ചിയാണ് അതിലെ ഗായത്രി ദേവി. അപ്പോൾ ആ ഒരു സീരിയൽ ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. എൻ്റെ ടെലികാസ്റ്റും സ്റ്റാർട്ടായിട്ടില്ല, ആവുന്നേ ഉള്ളൂ. സീരിയലിൻ്റെ ഒരു ഇതിലേക്ക് ജസ്റ്റ് ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. അപ്പം സീരിയലാണോ സിനിമയാണോ കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്ന് പറയുന്നത്? കംഫർട്ട് എനിക്ക് എപ്പോഴും സിനിമയാണ്. കാരണം നമ്മൾ സിനിമ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്, എല്ലാത്തിനും ഓരോ സീനിനും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് സമയം കൊടുത്ത് ആ ഒരു ജേർണി വേറെ തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം സീരിയൽസ് എന്തുകൊണ്ട് കുറച്ചും കൂടെ ഇഷ്ടപ്പെടാം എന്നതിന് ഒരു കാരണം, സീരിയൽ ഓഡിയൻസ് അങ്ങനെയാണ്. എല്ലാ വീട്ടിലും സീരിയൽ കാണും, അമ്മമാർ, അമ്മൂമ്മമാർ, അച്ഛന്മാർ എല്ലാവരും സീരിയൽ കാണും. അപ്പോൾ നമ്മൾ അവരുടെ ഒരു വീടിൻ്റെ ഒരു അംഗമാവുന്ന രീതിയിലാണ് അവർ സീരിയൽ കാണുക. അതായത് സീരിയൽ കാണുമ്പോൾ ചിലയിടത്ത് കണ്ടിട്ടുണ്ടാവും അമ്മൂമ്മമാർ അടിക്കട്ടെ അവനെ എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ വരും. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മ കാണുമായിരുന്നു. എന്ന് വെച്ചാൽ ദുഷ്ടൻ, അവനെ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പെറുപിറുക്കും. ഞാനിങ്ങനെ എഴുതിച്ചിരിക്കുക, എന്താണിത് ഞാൻ വെച്ചിട്ട്. പക്ഷെ അവരത്രയും റിലേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ഈ സീരിയലിലെ കഥാപാത്രങ്ങൾ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു അംഗമായി ചേരുകയാണ്. സോ എനിക്കത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പീരിയൻസ്, ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ് എന്നുള്ളതുണ്ട്. അതായത് ഡെയിലി കാണുന്നതാണ്. സിനിമ എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം കണ്ടു, പിന്നെ വിട്ടു, പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഓർത്താലോ. ലൈംലൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് സ്ഥിരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ സിനിമയിലുള്ള ആളുകളെ. സീരിയൽ അങ്ങനെയല്ല, എല്ലാ ദിവസവും നമ്മുടെ ഈ കുട്ടിയെ കാണും. ഈ കുട്ടി ഇങ്ങനെയാണ് അങ്ങനെയാണ് അവർക്കും അറിയാം. അപ്പോൾ പുറത്ത് പിന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് വില്ലൻസിനൊക്കെ കാണുമ്പോഴത്തേക്കും ഉപദ്രവിക്കാൻ വരുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലെ ഒരു അംഗം എന്നുള്ള രീതിയിലാണ് അവർ ഈ മെമ്പേഴ്സിനെ, ആക്ച്വലി ഈ ക്യാരക്ടേഴ്സിനെ കാണുന്നത്. അപ്പോൾ ഇത്തരം ഇൻസിഡൻറ്റുകളൊക്കെ കാണുമ്പോൾ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ എപ്പോഴെങ്കിലും അപ്പം അങ്ങനെ ഒരു ധൈര്യം വരുമോ? ധൈര്യം വരുമെന്ന് ചോദിച്ചാൽ ധൈര്യമൊക്കെ ഉണ്ട്. നെഗറ്റീവ് ഷെയ്ഡിലെ ക്യാരക്ടർ വന്നാൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ മുഖം കണ്ടിട്ട് ആരും എനിക്കത് തരില്ല. എനിക്ക് വെരി റീസെൻ്റ്ലി ഒരു സീരിയൽ ഓഫർ വന്നു, നെഗറ്റീവ് ഷെയ്ഡായിരുന്നു, തമിഴായിരുന്നു. ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുത്തു. തിരിച്ച് എന്നോട് പറഞ്ഞത് ഉങ്ക മൂഞ്ചി ரொம்ப பாவமா இருக்குமா, அதனால வேற எதனா பார்க்கலாம், நம்ம இப்போதைக்கு இது வேண்டாம், சரியா? ഓക്കെ അണ്ണാ. അതിൽ ചിരിക്കുന്ന ഫോട്ടോ അയക്കാതെ കുറച്ചുകൂടെ ഗൗരവമായിട്ടുള്ള ഫോട്ടോസ് അയക്കായിരുന്നു. ഇല്ല, ഗൗരവ് എത്രയൊക്കെ അയച്ചാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്നെ ഒരു ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊരു കോൺസെപ്റ്റിലാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നെഗറ്റീവ് ഷെയ്ഡിൽ അങ്ങനെ ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ, ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നോക്കാം. തീർച്ചയായിട്ടും ഇതിന് ശേഷം ചിലപ്പോൾ വ്യത്യസ്തമായ ചില കഥാപാത്രങ്ങൾ തേടിയെത്താം. അതല്ലാതെ എനിക്ക് കോമഡി ട്രൈ ചെയ്യണം എന്നുണ്ട്. അത് എൻ്റെ അച്ഛന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ സ്റ്റണ്ട് ചെയ്ത് കാണണം എന്നുള്ളത്. എനിക്ക് പേടിയാണ്. എന്നാലും അമ്മയ്ക്ക് എത്തരം കഥാപാത്രങ്ങളോട് അപ്പം അമ്മ ആക്ച്വലി സീരിയലിൻ്റെ കാര്യം വരുമ്പോൾ അമ്മയുടെ കാര്യം പറയാം. അമ്മ വാസ് ദ ഹാപ്പിയസ്റ്റ് ഞാൻ സീരിയൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും. ബിക്കോസ് ഷീ ഈസ് എ ബിഗ് ഫാൻ ഓഫ് സീരിയൽസ്. മിക്ക സീരിയലും കാണുന്ന ഒരാളാണ്, മിക്ക ആർട്ടിസ്റ്റിനെ അറിയാവുന്ന ഒരാളാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ സീരിയലേ കാണാത്ത ഒരാളാണ്. സത്യം, ഞാൻ ഒട്ടും സീരിയൽ കാണാത്ത ഒരാളാണ്. ഇപ്പം സീരിയൽ കാണാൻ തുടങ്ങി, അതുകൊണ്ട് ഇപ്പോഴും കാണാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എൻ്റെ ടെലികാസ്റ്റും വന്നിട്ടില്ലല്ലോ, അപ്പോൾ വന്നിട്ട് പിന്നെ അങ്ങനെ അപ്പം എൻ്റെ സീരിയൽ ഞാൻ ഇടയ്ക്കൊന്ന് ഓടിച്ച് കാണും, എന്താണ് സ്റ്റോറി എന്ന് അറിയാൻ ഉള്ളൊരു സംഭവം. അതല്ലാതെ ഒരുപാട് നാളായിട്ട് അങ്ങനെ സീരിയൽ അങ്ങനെ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോഴും കാണാറില്ല. പക്ഷെ അമ്മ അങ്ങനെയല്ല, അമ്മ ഒരുപാട് സീരിയൽ കാണുന്നതാണ്. ഷീ ലവ്സ് ഇറ്റ്. സോ അമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ സീരിയൽ ചെയ്യണമെന്ന് പറഞ്ഞ സംഭവത്ത്. അപ്പോൾ ഇപ്പോഴും സീരിയൽസ്, ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പം നമ്മൾ സീരിയൽസ് മാത്രം ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ സിനിമയിലേക്ക് ആരും പിന്നെ ക്ഷണിക്കാതാവുമെന്ന്. അപ്പോൾ അത്തരം ഒരു ഭയം സീരിയലിൽ അഭിനയിക്കാൻ പോയ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. കാരണം ഞാൻ സീരിയൽ ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത്
ഞാനിങ്ങനെ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ സിനിമ ചെയ്യാണ്ടിരിക്കുക എന്ന് വെച്ചാൽ സിനിമ ചിലപ്പോൾ ഓഫേഴ്സ് വരാതിരിക്കുമോ അങ്ങനെയുള്ള പേടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞെന്താന്ന് വെച്ചാൽ കാലം മാറി. ഇപ്പോൾ സീരിയൽ ആർട്ടിസ്റ്റ്, ഫിലിം ആർട്ടിസ്റ്റ്, തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നല്ല, എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ സീരിയലിലുള്ള ആൾക്കാർ സിനിമയിൽ വരുന്നു, സിനിമയിലുള്ളവർ സീരിയൽ ചെയ്യുന്നു. എല്ലാവരും ഇപ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഈവൻ ടി വിയിൽ റിയാലിറ്റി ഷോസ് ചെയ്തിട്ടാണ് ഒരുപാട് പേര് സിനിമയിലേക്ക് വരുന്നത്. ടിക്ടോക്കിൽ നിന്ന് ആൾക്കാരെ സിനിമയിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി പേടിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് കീപ് വർക്കിംഗ്, ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, കീപ് ഇംപ്രൂവിങ് യുവർ സ്കിൽസ്. ആൾക്കാരുടെ മുന്നിലുണ്ടെങ്കിലേ ആൾക്കാർ ഓക്കെ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കുകയുള്ളൂ. അല്ലാതെ വീട്ടിലിരുന്നിട്ട് എനിക്ക് സിനിമ ഓഫർ ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. സോ ഐ തോട്ട് സീരിയൽ എന്തായാലും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, വൈ നോട്ട് ഗ്രാബ് ഇറ്റ്. സീരിയൽ ചെയ്ത് നോക്കാം, അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്, അതും ചെയ്ത് നോക്കാം. അറ്റ്ലീസ്റ്റ് യു വിൽ ബി ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, പീപ്പിൾ വിൽ സീ യു, ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദറ്റ് യു ആർ ദെയർ എന്നുള്ളത്. ഓക്കെ. സിനിമയിലിപ്പം കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു, സിനിമയല്ല എന്തിലായാലും. അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്മയർ ചെയ്യുന്നൊരു ഒരു വ്യക്തി ആരായിരിക്കും ഒരു കോമഡിയിൽ, സ്ത്രീ കഥാപാത്രങ്ങളിൽ എനിക്ക് ഇന്ന ആൾ ചെയ്ത ക്യാരക്ടർ അതേപോലെ എനിക്കും കോമഡി ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ആരായി? ഐ ഡോണ്ട് നോ. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഞാൻ കോമഡി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് പഴയ മലയാളം സിനിമയിലെ കോമഡി ഉണ്ടല്ലോ, ജഗതി, നമ്മുടെ ഇന്നസെന്റ്, ആ ഒരു സംഭവമാണ് എനിക്കിഷ്ടം. മഴച്ചിത്രത്താഴ് തന്നെ എടുത്ത് നോക്കിയാൽ ഇന്നസെന്റ് ചെയ്ത ക്യാരക്ടർ അടുക്കരുത്, ആ ഒരു സംഭവം ആരെങ്കിലും ചെയ്താൽ ശരിയാവോ? നമുക്ക് ആലോചിച്ച് നോക്കാൻ പോലും പറ്റില്ല. ഭയങ്കര രസകരമായ അങ്ങനത്തെ കുറച്ച് എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണം എന്നുള്ളൊരു. പക്ഷെ അത് കുറച്ചും കൂടെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള അതെ ഞാൻ എനിക്കിഷ്ടമുള്ള കോമഡി ആ ടൈപ്പാണ്. സോ ആ ഒരു ജോണർ എന്തെങ്കിലും, അല്ലാതെ എനിക്ക് ഇന്ന ക്യാരക്ടർ കോമഡി ചെയ്ത ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ അങ്ങനെ ഒന്നും ക്ലിക്ക് ആവുന്നില്ല. കൽപ്പന ചെയ്തിട്ടുള്ള പല പല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, ജഗതിയുമായിട്ടുള്ള കോമ്പിനേഷൻ. പിടക്കൊഴുകുന്ന നൂറ്റാണ്ടിലേക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അത്തരം കഥാപാത്രങ്ങളെ പോലുള്ള കഥാപാത്രങ്ങളാണോ ഉദ്ദേശിച്ചത്? ആക്ച്വലി സ്പീക്കിംഗ്, ഈ റീസെൻറ്റ് ടൈംസിൽ ഞാൻ അങ്ങനെ ഒരു നല്ലൊരു ഫീമെയിൽ ക്യാരക്ടർ കോമഡി ചെയ്ത ആ ഒരു സംഭവം, അതുപോലെ പറയുന്നൊരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല റീസെൻറ്റ് ടൈംസിൽ. ഇനിയുള്ള സിനിമകളായാലും ഇനിയുള്ള പ്രോജക്റ്റുകളായാലും ഒരു ഗേൾ സെൻട്രിക്, അതായത് ഒരു വിമൻ സെൻട്രിക് ഒരു മൂവീസ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? വരുന്നുണ്ടല്ലോ, ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, അതായത് വിമൻ സെൻട്രിക് ആയിട്ട് വരുന്നുണ്ട്. ഇനിയും വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഒബ്വിയസ് ആയിട്ട്. അത്തരം ഒരു സിനിമകൾ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാം, എനിക്ക് അത്തരം ഒരു ക്യാരക്ടർ, അത്തരം ബോൾഡ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ഫൈറ്റ് സീൻസ് ഉള്ളതാണോ, അതോ അല്ലാതെ നോർമലി ഒരു ബോൾഡ് വുമൺ? വാട്ട് എവർ ദ ക്യാരക്ടർ ഡിമാൻഡ്സ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു സംഭവമുണ്ട്. അതായത് എനിക്ക് പലരും പറയും ഹീറോയിനായിട്ട് തന്നെ ചെയ്യണോ അതോ ക്യാരക്ടർ ചെയ്താൽ മതിയോ? ഞാൻ എപ്പോഴും പറയുന്നത് ഹീറോയിൻ എന്ന് പറയുന്നതും ഒരു ക്യാരക്ടർ തന്നെയാണ്. നമുക്ക് ഒരു സിനിമയിൽ 5 മിനിറ്റ് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയാലും അതൊരു ഭാഗ്യമാണ്. അന്ന് ആ ക്യാരക്ടറിനെ നമ്മൾ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അനാർക്കലിയിൽ എനിക്ക് ഫുൾ ടൈം റോളായിരുന്നു അല്ല, പക്ഷേ എത്രത്തോളം ആൾക്കാർ എന്നെ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം ആൾക്കാർ ആ ഒരു സ്നേഹം എനിക്ക് തന്നു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോഴും പുറത്ത് പോകുമ്പോൾ ദുബയല്ലേ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം തോന്നും നമുക്ക്. അപ്പോൾ വാട്ട് എവർ യു പ്ലേ, അത് ഏത് ക്യാരക്ടർ ആയാലും ജസ്റ്റിഫൈ ദറ്റ് ക്യാരക്ടർ, ബീറ്റ് 5 minutes, ബീറ്റ് 10 minutes, ബീറ്റ് 15 minutes ഓൺ സ്ക്രീൻ. അതൊരു ഭാഗ്യമാണ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. നമ്മൾ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ജീവിതത്തിൽ ഈ ഫിറ്റ്നസ് എന്നുള്ളൊരു സംവിധാനം ഉണ്ടല്ലോ, അപ്പോൾ ഫിറ്റ്നസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിൽ? അത് ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെ ഫിറ്റ്നസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി നമ്മളില്ല. ഞാൻ ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ, ഫിറ്റ്നസ് ഒന്നും ഇല്ലാതെ വീട്ടിൽ കുത്തിയിരുന്ന് ഒരു ബാഡ് സ്റ്റേജ് ഓഫ് ലൈഫ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദെൻ അച്ഛൻ തന്നെയാണ് ഫിറ്റ്നസിൻ്റെ ഈ ഒരു കോൺസെപ്റ്റ് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ബിക്കോസ്
ഐ wanted ടു ലുക്ക് ബെറ്റർ, ഐ wanted ടു ഫീൽ ബെറ്റർ, ഐ wanted ടു വാക്ക് ബെറ്റർ. എനിക്ക് നടക്കുമ്പോൾ നമ്മൾ കിതയ്ക്കുമായിരുന്നു ഞാൻ. അത് നമുക്കൊരു ബാഡ് ഫീലിംഗ് ആണ്. നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നില്ല അത് നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. സോ അത് അങ്ങനെ ആവാൻ പാടില്ല എന്ന് റിയലൈസ് ചെയ്ത് ഞാൻ എൻ്റെ ജീവിതം ഫുള്ളി തിരിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരുപാട് ഒരുപാട് ശ്രദ്ധിച്ച് എന്ത് വേണം വേണ്ട എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളും കൂടിയാണ്. ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഫുഡ് ഹാബ്സ് യെസ്, ഞാൻ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. പക്ഷേ ഇപ്പോൾ വീറ്റ് കഴിച്ചാൽ ഞാൻ പെട്ടെന്ന് വണ്ണം വയ്ക്കും, റൈസ് പെട്ടെന്ന് വണ്ണം വയ്ക്കും. അപ്പോൾ എൻ്റെ ബോഡി ടൈപ്പ് ഞാൻ അങ്ങനെയാണ്. ലൈക്ക് ഈവൻ ഇഫ് ഐ ബ്രീത്ത് ഫ്രഷ് എയർ ആൻഡ് ബി ഹാപ്പി ഐ പുട്ട് ഓൺ വെയിറ്റ്, അങ്ങനത്തെ ഒരു ബോഡി ടൈപ്പാണ്. സോ അതനുസരിച്ച് ഞാൻ നോക്കി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ഐ ഡൂ ദാറ്റ് നൗ. ഞാൻ ഡയറ്റ് നോക്കാറുണ്ട്, ഞാൻ പറ്റുമ്പോൾ ഒക്കെ വർക്കൗട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഐം ട്രൈങ് മൈ ബെസ്റ്റ് ടു ഡൂ ദാറ്റ്. ഇപ്പോൾ സംസ്കൃതിയെ സംബന്ധിച്ച് അപ്പം ഹാപ്പിനെസ് എന്നുള്ളൊരു സംഗതി അത് എങ്ങനെയായിരിക്കും ഒരു ലൈഫിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? ഹാപ്പിനെസ്സിനെയാണോ ഡിഫൈൻ ചെയ്യേണ്ടത്? അതെ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ? എന്തൊക്കെ കാര്യങ്ങളെന്ന് ചോദിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ, നമ്മുടെ ഫാമിലി ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. എൻ്റെ അച്ഛൻ ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ഫാമിലി ഹെൽത്തി ആൻഡ് ദേ ആർ ഓക്കെ എന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ നമുക്ക് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ എനിക്ക് ഉള്ളിൽ സന്തോഷം കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ട് കേട്ട് ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന ആ ഒരു സമയം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ സെറ്റിൽ വർക്ക് ചെയ്യണ സമയത്ത് വെനെവർ ഐ എം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആൻഡ് ഇഫ് ഐ ഡെലിവർ സംതിങ് ഗുഡ്, അല്ലെങ്കിൽ എനിക്ക് തോന്നി ഓക്കെ ഐ ക്യാൻ ഡൂ സംതിങ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ ആ ഒരു ഫീലിംഗ്, ബീങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യാമറ, ബീങ് ഏബിൾ ടു ഡെലിവർ സംതിങ് ആസ് എ ക്യാരക്ടർ, ദാറ്റ് ഗിവ്സ് മീ ഇമ്മെൻസ് ഹാപ്പിനെസ്. സോ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ. എനിക്ക് ഒരുപാട് അങ്ങനെ ആഗ്രഹങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഈവൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചുമ്മാ ഒന്ന് വൈകിട്ട് പോയി ഒരു ചായയൊക്കെ കുടിച്ച് സംസാരിച്ചിരിക്കുക, അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. എവിടെയെങ്കിലും പോവുക, അമ്പലത്തിൽ പോകുമ്പോൾ ആരെങ്കിലും വിളിച്ചു, ആരെങ്കിലും വന്ന് സംസാരിച്ചു, നമ്മൾ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന്, അതുവരെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരും. എനിക്ക് നെഗറ്റിവിറ്റി എനിക്ക് ഒട്ടും ഒരാളാണ്. എനിക്ക് ആരും നെഗറ്റീവ് പറയുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതേ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് പോസിറ്റീവായിട്ട് ആരെന്നോട് സംസാരിച്ചാലും ഞാൻ ഹാപ്പിയാണ്. ഞാൻ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അച്ഛൻ എന്നോട് എപ്പോഴും പറയും, ദ സ്മൈൽ ഓൺ യുവർ ഫേസ് ഷുഡ് നെവർ ഫേഡ്, അതെനിക്ക് കാണണ്ട, യു ഷുഡ് ബി ഹാപ്പി എന്നെപ്പോഴും പറയും. സോ ഐ ട്രൈ ടു കീപ് ദാറ്റ് ഇൻ മൈ മൈൻഡ്. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രീഡമാണ്. അപ്പോൾ ഫ്രീഡത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഫസ്റ്റിൽ മൈൻഡിലേക്ക് വരുന്നത് എന്തായിരിക്കും ലൈഫിൽ? ഒരുപാട് എന്താ പറയുക, അടച്ചുപൂട്ടിയൊന്നും അല്ല എന്നെ വളർത്തിയത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ എന്നെ ബാങ്കിൽ കൂട്ടിക്കൊണ്ട് പോകും. ചെക്ക് എങ്ങനെയാണ്, അന്ന് ചെക്ക് മറ്റേ ഡ്രോപ്പ് ബോക്സിലുള്ള സിസ്റ്റം, അത് പറഞ്ഞു തരും എങ്ങനെ എഴുതണം, എന്തെവിടെ എഴുതണം. പിന്നെ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോണ സമയത്ത് എന്നെ വിടും. അതേ സമയത്ത് എനിക്ക് 4ാം ക്ലാസ്സിലുള്ള സമയത്ത് എനിക്ക് മൊബൈൽ ഫോണുണ്ട്. എനിക്ക് അച്ഛൻ വാങ്ങി തന്നാണ്, ചോദിച്ചതല്ല. അന്നൊക്കെ മറ്റേ കുഞ്ഞ് ഫോണില്ലേ, നോക്കിയയുടെ സാധനം, അതിനെക്കാട്ടും എന്തോ സാധനമായിരുന്നു, ഇച്ചിരിയേ ഉള്ളൂ. അതിലൊറ്റ സംഭവിച്ചാൽ ആരെയും വിളിക്കാൻ പറ്റില്ല. അതിൽ അച്ഛനെ മാത്രമേ വിളിക്കാൻ പറ്റില്ല, അച്ഛൻ്റെ കോൾ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. ഒറ്റ ഒരു നമ്പർ, വേറെ ഒന്നുമില്ല. അന്ന് ലാൻഡ് ലൈൻ ആണല്ലോ, അച്ഛൻ്റെ നമ്പർ മാത്രമാണ് അതിൽ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾസ്, വേറെ ഒന്നിലേക്കൊരു സംഭവമില്ല. പഴയ സിസ്റ്റമായിരുന്നു അത്. അങ്ങനത്തെ ഇതാണ് എനിക്ക് ഫ്രീഡം എന്ന് വെച്ചാൽ. എന്താണ്, എനിക്ക് കിട്ടാത്തൊന്നുമില്ല. എനിക്ക് ഫോൺ തന്നിട്ടുണ്ട്. എനിക്ക് എന്നെ വീട്ടുകാർ വിളിക്കാൻ എനിക്ക് സാധനമുണ്ട്. എനിക്ക് ഡാൻസിന് പോകാൻ ഞാൻ ഒറ്റയ്ക്ക് പോകാറുണ്ട്. ഇപ്പോഴായാലും അതിന് മേലെ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകണം, ഗോ എൻജോയ് എന്ന് പറയും. അച്ഛൻ പറയുന്നൊരു കാര്യം വെച്ചാൽ, നീ എല്ലാം എക്സ്പ്ലോർ ചെയ്തേ പഠിക്കുകയുള്ളൂ, പുറത്ത് പോയി ജീവിച്ചാലേ പഠിക്കുകയുള്ളൂ. ഒന്നും ഇവിടെ ബുക്കിൽ എഴുതി വായിച്ച് പഠിച്ച് നമ്മൾ പുറത്ത് പോയാൽ ഒന്നും നടക്കില്ല. പുറത്ത് പോകണം. യു ഷുഡ് ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ, യു ഷുഡ് ഫേസ് പീപ്പിൾ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊക്കെ ഫേസ് ചെയ്ത് തന്നെ വേണം ലൈഫ് പഠിക്കാൻ. അതുകൊണ്ട് എക്സ്പ്ലോർ എന്നാണ് പറഞ്ഞത്. ഈവൻ സിനിമയുടെ സമയത്ത് സിനിമ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ അച്ഛൻ എപ്പോഴും കൂടെ വരുമായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ഫ്രീഡമും
ഇല്ലാതിരുന്നിട്ടില്ല. എൻ്റെ കൂടെ ഒരാളുണ്ടെന്നുണ്ടെങ്കിലും ഐ ഹവ് ഓൾവേസ് എക്സ്പീരിയൻസ് തിങ്സ് മൈസെൽഫ്. സോ ഫ്രീഡം അങ്ങനെ ഒരുപാട് അടഞ്ഞു മൂടി നിൽക്കുന്ന ആ ഒരാൾ ഫ്രീഡം എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞാൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം എനിക്ക് എനിക്ക് അച്ഛൻ്റെ അടുത്ത് അത് പറ്റില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ഒക്കെ വരും. അതുകൊണ്ട് എനിക്ക് അല്ല, പറ്റില്ല. അപ്പം ഈ സ്കൂൾ കാലഘട്ടത്തിലും ഒക്കെ ഈ കുറേ പൊതുവെ സൗന്ദര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഫയേഴ്സ് എന്തെങ്കിലും സ്കൂൾ കാലത്ത് ഈവൻ ബോയ് ഫ്രണ്ടിന്റെ കാര്യം വരെ ഞാൻ വന്ന് പറഞ്ഞത് അച്ഛനോടായിരുന്നു. അതുകൊണ്ട് എന്നോട് ആ കാര്യം ചോദിച്ചിട്ട് വരില്ല. കാരണം എൻ്റെ ഫസ്റ്റ് സ്വാഭാവികമായിട്ടും ബോയ് ഫ്രണ്ട് ഉണ്ടായതും ഇഷ്യൂ ഉണ്ടായതും സ്കൂളിൽ അറിഞ്ഞതും ബ്രേക്കപ്പ് ആയതും എല്ലാ സംഭവങ്ങളും അച്ഛനാണ് അറിയാവുന്നത്. അതുകൊണ്ട് അതൊന്നും അല്ല, ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്ത പയ്യനോട് എന്താ പറഞ്ഞ ആദ്യം? അങ്ങനെയൊക്കെ കുറേ രസകരമായ കാര്യങ്ങളുണ്ട്. സ്കൂളിലൊക്കെ എനിക്കിതുപോലെ കുറേ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാനിങ്ങനെ മനസ്സിൽ കുറിച്ച് വെക്കും. എന്നിട്ട് രക്ഷാബന്ധന മഹോത്സവം വരുമ്പോഴത്തേക്കും ഞാൻ ഓടിച്ചിട്ട് എല്ലാവരും ആക്കി കിട്ടും. അത് ഇത്തിരി ക്രൂരമായ പ്രവൃത്തിയായി. അല്ലാന്നേ ഭയങ്കര രസമല്ലേ? പക്ഷെ എന്നാലും നമുക്കും ഒരു സന്തോഷമൊക്കെ വേണ്ടേ? പക്ഷെ അതൊരു ഭയങ്കര ക്രൂരമായ പ്രവൃത്തിയായിപ്പോയി. കാരണം സുന്ദരിയായ ഒരു പെൺകുട്ടിയോട് ഏതൊരു വ്യക്തിക്കും തോന്നാൻ പറ്റുന്നൊരു ഇതിപ്പോ ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു സംഭവം എല്ലാരോടും വരുന്നൊരു സാധനമല്ലല്ലോ. എനിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാലും മനസ്സിലാവാത്ത കുറെ സാധനത്തിന് ഞാൻ തിരിച്ച് മറുപടി വേറൊന്നുമില്ല. അപ്പോൾ ഇഷ്ടമല്ല, ഓക്കെ എന്ന് പറഞ്ഞു പോയാൽ ഓക്കെ. അങ്ങനെയല്ല, എനിക്കിത് എന്നെ ഭയങ്കരമായ ഇഷ്ടമാണെന്നും പറഞ്ഞ് പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒറ്റ ഗിഫ്റ്റാണത്. എന്നാലും രക്ഷാബന്ധൻ സമയത്ത് അത് ഇച്ചിരി കട്ടിയുള്ള പരിപാടിയായിരുന്നു. നല്ല രസമാണ്, ഭയങ്കര രസമാണ്. അത് ഈവൻ ഞാൻ അതിന് ശേഷവും ജീവിതത്തിൽ യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനം. തിരിച്ച് അങ്ങനെ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? അങ്ങോട്ട് ഏതെങ്കിലും ഒരു ക്രഷ് സ്കൂളിലോ? അങ്ങനെ എനിക്ക് സ്കൂളിലൊന്നും എനിക്ക് അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര നോട്ടി, പക്ഷെ എന്നാലും പാവമായിട്ട് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞൊരു ഇഷ്ടമായ ഒരു സംഭവമൊക്കെ വീട്ടിൽ അറിഞ്ഞതും പറഞ്ഞതും ഒക്കെയാണ്. അല്ലാണ്ട് അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ക്രഷ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം സിനിമയിൽ വന്നതിന് ശേഷമാണ്. അത് മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂസിലും ഞാൻ പറയുന്ന ഒരാളാണ് വിനീത് ശ്രീനിവാസൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം. വിനീത് ശ്രീനിവാസനെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല? ഇല്ല. എനിക്ക് പുള്ളിയുടെ സിനിമകൾ, പുള്ളിയുടെ പാട്ടുകൾ, അയ്യോ എനിക്ക് ഭയങ്കര. പുള്ളി ഏതെങ്കിലും ഇൻ്റർവ്യൂസിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഹായ് എന്ത് രസമായിട്ടാണ് സംസാരിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് എന്താ പറയുക, അത് വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിയുടെ പേഴ്സണാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദ വേ ഹി ക്യാരീസ് ഹിംസെൽഫ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് പുള്ളിയുടെ വോയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ പെണ്ണുങ്ങൾക്ക് ആ ഒരു സംഭവം തോന്നുന്നു. എനിക്ക് വോയിസ് നല്ലതാണെങ്കിൽ ഒരു സംഭവമുണ്ട്. അപ്പോൾ എനിക്ക് വിനീത് ശ്രീനിവാസൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിനീത് ശ്രീനിവാസന്റെ കൂടെ വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലേ? ഹോപ്പ്ഫുള്ളി എപ്പോഴെങ്കിലും വയ്ക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അത് നടക്കട്ടെ. ഞാൻ അതിനും ആശംസിക്കുന്നു. താങ്ക് യു. ധ്യാൻ ശ്രീനിവാസൻ ആണോ വിനീത് ശ്രീനിവാസൻ ആണോ കൂടെ അഭിനയിക്കാൻ ഏറ്റവും നല്ലത്? ധ്യാൻ ശ്രീനിവാസൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ വിനീതേട്ടൻ്റെ. അല്ല, വിനീത് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അതിപ്പോ വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, ആക്ടർ, സിംഗർ എല്ലാമാണ്. എനിക്ക് പുള്ളിയുടെ കൂടെ ഏതെങ്കിലും ഒരു രീതിയിൽ അഭിനയിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ വർക്ക് ചെയ്താൽ മതി. സംതിങ് എനിക്ക് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്ത് പുള്ളിയുടെ ഒരു കൂടെ ഒരു പാസിങ് സീനിൽ അഭിനയിക്കാൻ പറ്റിയാൽ ഐ വിൽ ബി ദ ഹാപ്പിയസ്റ്റ്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഫാൻ ഗേളാണ്. പുള്ളിയുടെ സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഒരു സിനിമ അദ്ദേഹത്തിന്റെ തീർച്ചയായും വരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. താങ്ക് യു. ഒരുപക്ഷെ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായ ഒരു ആശയം കൊണ്ടുവന്നൊരു ഡയറക്ടറും കൂടെയാണ് വിനീത് ശ്രീനിവാസൻ. നമുക്ക് പലതും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രണയബന്ധങ്ങളും പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കും അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് ഷോ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്കും ആഗ്രഹം. എൻ്റെ ആ ഒരുത്തി അവളൊരുത്തി എന്ന പാട്ട് പാടിയത് പുള്ളിയാണ്. അപ്പൊ അതന്നെ എനിക്കൊരു സംഭവമാണ്. എൻ്റെ പാട്ട് അത് ശരിയാണ്. ആ പടത്തിനകത്ത് അദ്ദേഹമാണ് മെയിൽ സിംഗർ. ആക്ച്വലി ആ ഒരുത്തി അവളൊരുത്തി എന്ന് പറയുന്ന സോങ് ആക്ച്വലി എവിടെ ചെന്നാലും അത് പാടാൻ പറഞ്ഞിട്ടുണ്ടോ? എല്ലായിടത്തും പറയും. ആ ഒരുത്തി അവളൊരുത്തി ഒന്ന് പാട്ടോ 2 ലൈന് എന്ന് പറയും. ഞാൻ പറയും
ചേട്ടാ വേണ്ട പറയരുത്. പിന്നെ പാടിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കോൺഫിഡൻസ് സിംഗറൊന്നും അല്ല. എനിക്ക് ഇഷ്ടമാണ്, ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ പാട്ട് പാടും. ഞാനൊരു ബാത്റൂം സിംഗറാണ്. കുറച്ച് നാൾ ജസ്റ്റ് ബേസിക് പഠിക്കാൻ പോയിട്ട് എനിക്ക് തന്നെ ഇഷ്ടമല്ലാണ് ഞാൻ വിട്ടിട്ട് പോകുന്നതാണ്. ഞാൻ അങ്ങനെ പക്ഷെ നല്ല വോയിസ് ആണ്, പാട്ട് പാടിക്കൂടെ? പാടണ്ട, വെറുതെ എന്തിനാന്നേ. ഹായ്, അല്ല, സിനിമയിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹം പറയാണ് ഒരു പാട്ട് അത് പാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തില്ലേ? എന്തായാലും അദ്ദേഹത്തിന് എന്താ പറയാ, ഇത്രയും നല്ല ടാലൻസ് ഉള്ള സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പാട്ട് പാടും. അല്ല, അപ്പം അതൊന്നും പക്ഷേ വിനീത് ശ്രീനിവാസൻ എന്നോട് വന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ പാടിയിരിക്കും. അപ്പം ഇപ്പം ഇരിക്കുന്നത് ഞാൻ വിനീത് ശ്രീനിവാസൻ എന്നാണ് ഒരു ധാരണ വെച്ചിട്ട് ഒരു പാട്ട് പാടി. പോയില്ലേ? അല്ല, ചിലപ്പം ഈ ഒരു സ്ഥാനത്ത് ചിലപ്പോൾ വിനീത് ശ്രീനിവാസൻ ആണെങ്കിലും ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു പാട്ട് പാടിക്കൂടെ? കൂടെ പാടിയ പാടാന്ന് തീർച്ചയായിട്ടും വിനീത് ശ്രീനിവാസൻ കൂടെ പാടും. ഒരു പാട്ട് ഏതെങ്കിലും ഇഷ്ടമുള്ള മലയാളത്തിലെ അല്ലെങ്കിൽ തമിഴിലെ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു പാട്ട് പാടുന്നത്? വിനീത് ശ്രീനിവാസന് വേണ്ടിയിട്ട് കേട്ടോ, അദ്ദേഹത്തിൻ്റെ മൂവിയിൽ പാടാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് വോയിസ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടൊരു പാട്ട്. അത് ഏതായിരിക്കും ഒരു പാട്ട്? ഒരു പാട്ട് പറയൂ. വിനീത് ശ്രീനിവാസന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് നല്ലതാണ്. ചിലപ്പം അടുത്ത പടത്തിൽ ചിലപ്പോൾ വിളിക്കാം എന്നും പറഞ്ഞ് ഒരാളെ ഇരുത്തി പിഴിയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ്. എന്നാലും ഓക്കെ, എന്നാ കൂടെ പാടും. ഞാൻ കൂടെ പാടാം. ഞാനും അത്ര വലിയ സിംഗറൊന്നുമല്ല. എന്നെ എന്തായാലും ട്രോളിക്കാനുള്ള പരിപാടിയല്ലേ, അപ്പം നിങ്ങൾ കൂടെ ട്രോളാണ്. തീർച്ചയായിട്ടും. 3 സ്റ്റാർട്ട്. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൻ ലോലഭാവം, കൊഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം, പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം, മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൻ ലോലഭാവം. താങ്ക് യു. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി അതൊരു പ്രണയ ബന്ധമായിരുന്നു വിവാഹത്തിലേക്ക് എത്തിയത്. ഏത് സംസ്കൃതിയുടെ വിവാഹത്തിലേക്ക് എത്തിയത് ഒരു പ്രണയ ഒരു പ്രണയ ബന്ധമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരുടെ ബന്ധം മനസ്സിലാവണ്ടേ? അപ്പോൾ ഒരു പ്രണയത്തിലൂടെയാണ് സംസ്കൃതി വിവാഹത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഒരു റിലേഷൻഷിപ്പിൽ, അതായത് സംസ്കൃതിയും ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഗതി എന്താണ്? അല്ലെങ്കിൽ അത്തരം ഒരു ഫാമിലി ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ട്രൂത്ത്, ടൈം, പങ്ക്ച്വൽ ആയിരിക്കണം, റെസ്പെക്റ്റ്. പങ്ക്ച്വൽ അല്ല, പാർട്ട്ണർ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സംഭവം സമയമാണ്. അവരുടെ സമയം കൂടെ ചെലവഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ലവ് എന്നൊക്കെ പറയും, അത് ഈ സമയം ചെലവഴിച്ചാലേ ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാവുള്ളൂ. സോ ടൈം, എനിക്ക് ടൈം വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2 റെസ്പെക്ട് ഈച്ച് അതർ വാട്ട് എവർ യു ഡു എന്നുള്ളത് ഒരു സംഭവമാണ്. ആൻഡ് 3 ട്രൂത്ത്, ഈവൻ ഇഫ് ഇറ്റ് ഹേർട്സ്, ബട്ട് ട്രൂത്ത്. ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ജെന്യുവിൻ ആയിരിക്കണം. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ വി ആർ ഡൂയിങ് സംതിങ് ഫോർ സം വൺ എന്നുണ്ടെങ്കിൽ മറിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടാവരുത് നമ്മൾ അത് ചെയ്യുക, ആ ഒരു കാര്യം. സോ എനിക്ക് ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു സംഭവമല്ല. നമുക്ക് കിട്ടുന്നതാണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ഡെസ്റ്റിൻഡ് ഇറ്റ് വിൽ കം ടു യു. പക്ഷേ ഗിവ് 100%. നമ്മളെപ്പോഴും ജെന്യുവനായിട്ട് നിൽക്കുക. അവർക്ക് ഒരാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാവണം, നമുക്കൊരാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുണ്ടാവും എന്നുള്ള ആ വിശ്വാസം. ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ എപ്പോഴെങ്കിലും നമുക്കൊരു പാരവെപ്പ് അങ്ങനെ ഉള്ള എന്തെങ്കിലും പണികൾ കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് നമുക്ക് എന്താ പറയുക, ഒരുപാട് പണി കിട്ടിയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ കറൻ്റ്ലി എന്നോട് ചോദിച്ചാൽ ഇഫ് യു ട്രസ്റ്റ് സം വൺ കംപ്ലീറ്റ്ലി എന്ന് ചോദിച്ചാൽ ഞാനത് നോ എന്നേ പറയുള്ളൂ. ഐ ക്യാൻ നെവർ ട്രസ്റ്റ് സം വൺ 100%. ബിക്കോസ് എന്താ പറയുക, ബാക്ക് സ്റ്റാബ്സ് എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജെനുവിൻ ആയിട്ടിരിക്കണം ഫ്രണ്ട്സ് ആയാൽ. അതർവൈസ് ഞാൻ എനിക്ക് അതുകൊണ്ട് കയ്യിൽ എണ്ണാവുന്ന അത്ര ഫ്രണ്ട്സേ ഉള്ളൂ. ഞാനങ്ങനെ അത്ര ക്ലോസ് ആയിട്ട് കണക്ക് കൂട്ടുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ ഉള്ള ആൾക്കാർ എനിക്ക് പ്രഷ്യസ് ആണ് ആൻഡ് ദേ ആർ ഓൾവേസ് ക്ലോസ് ടു മൈ ഹാർട്ട്. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ ഓണക്കാലമാണ്. അപ്പം ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ് ലൈഫിൽ? ആസ് യു നോ, ഞങ്ങൾക്ക് ഓണം ഇല്ല. കൊങ്കണീസിന് ഓണം കേരളത്തിലുള്ളത് കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നല്ലാതെ ഞങ്ങളുടെ ഫെസ്റ്റിവൽസ് ഡിഫറെൻ്റ് ആണ്. ഞങ്ങൾക്ക് കൂടുതലും ഗണേശ ചതുർത്ഥി, ശ്രീകൃഷ്ണ ജയന്തി, ദീപാവലി അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഫെസ്റ്റിവൽസ്. ഓണം ഇവിടെ വന്നതിന് ശേഷമാണ് അച്ഛനൊക്കെ പരിചയപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലങ്ങനെ ഓണ സദ്യ വയ്ക്കുക ആ ഒരു സംഭവം കോൺസെപ്റ്റ് ഇല്ല. സദ്യ ഫസ്റ്റ് ഓഫ് ഓൾ കേരള സദ്യ ആണ് ഓണത്തിൻ്റെ. അപ്പം ഞങ്ങളുടെ സദ്യ തന്നെ ഡിഫറെൻ്റ് ആണ്. അത് കഴിച്ചു നോക്കിയാൽ അല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ ഹസ്ബൻഡൊന്നും ഞങ്ങളുടെ വീട്ടിലെ സദ്യ കഴിക്കാൻ വരില്ല. പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഫുഡ് ഐറ്റംസ് ഒക്കെ. അപ്പോൾ ഓണത്തിൻ്റെ കോൺസെപ്റ്റ് എനിക്ക് കൂടുതലും സ്കൂളിൽ നിന്നാണ് വന്നത്. സ്കൂളിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരുവാതിര കളിക്കുന്നു, പൂക്കളം ഇടുന്നു, ആ ഒരു സംഭവം വടംവലി, മാവേലി, പുലിക്കളി അതൊക്കെ സ്കൂളിൽ നിന്നാണ് പഠിച്ച് വന്നത്. അതേസമയം കൂടുതൽ ഓർമ്മക്കാലം ഞാൻ പറഞ്ഞ നവ്യ എന്ന് പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. നവ്യയുടെ വീട്ടിലായിരുന്നു. അവരുടെ ഒരു നാലുകെട്ടാണ് അവരുടെ വീട്. അപ്പോൾ അവിടെ നല്ല സെലിബ്രേഷനൊക്കെ വെച്ച് ഓണ സദ്യയൊക്കെ ആയിട്ട് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല 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 മെമ്മറീസ് ഉണ്ട് എനിക്ക്. അതർ ദാൻ ദാറ്റ് പിന്നെ ഓണം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാനിപ്പോൾ തൃക്കാക്കര ഭാഗത്ത് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ്. തൃക്കാക്കര അമ്പലത്തിൽ വാമനമൂർത്തിയാണല്ലോ അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ അവിടെ ഓണത്തിന് 10 ദിവസം ഉത്സവമാണ്. അപ്പോൾ ഉത്സവം അത്തം തൊട്ട് തിരുവോണം വരെ ഫുള്ള് ഉത്സവത്തിലായിരിക്കും. അവിടെ ഡാൻസ്, നമ്മുടെ എല്ലാ പരിപാടികളിലും കൂടിയിട്ട് അവരൊരു ഗംഭീരമായ ഉത്സവം തന്നെയാണ്. സോ ഇപ്പോൾ എൻ്റെ ഓണം അങ്ങനെയാണ് പോകുന്നത്. ആൻഡ് കല്യാണത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ഫുൾ ഓണസദ്യയൊക്കെ വീട്ടിൽ റെഡിയാക്കി കണ്ടിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് അമ്മ ഷീസ് എ വണ്ടർഫുൾ കുക്ക്. അടിപൊളിയായിട്ട് അമ്മ ഫുഡ് ഉണ്ടാക്കും. എനിക്കൊക്കെ അതിശയമായൊരു കാര്യമാണ് അത്. ഞാൻ ചിലപ്പോൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് അമ്മ സദ്യ ഫുള്ള് റെഡിയാക്കി കഴിഞ്ഞ് കാണും. ഷീ ഈസ് വെരി ഫാസ്റ്റ് ഓൾസോ. ഇങ്ങനെ ഉണ്ടാക്കും. ഭയങ്കര ഒരു അതിശയമായ കാര്യമായിരുന്നു. അപ്പോൾ ഫുൾ സദ്യ ആദ്യം ഇങ്ങനെയായിരുന്നു, ഇത്രയും സാധനങ്ങളോ, കാരണം ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു ദിവസം എടുക്കും. അതേസമയം അമ്മ ഒരു സദ്യ ഫുള്ള്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല. എൻ്റെ വീട്ടിൽ അമ്മ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് തലേദിവസം അരിഞ്ഞൊക്കെ വെച്ച് നമ്മൾ സ്ലോലി എല്ലാം അങ്ങനെ ചെയ്യുന്ന ഒരു ഇതാണ്. ഇവിടെ വന്നപ്പോൾ അങ്ങനെയല്ല. സദ്യയൊക്കെ ഒരുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒരു സംഭവം പോലെ എക്സ്പീരിയൻസ് ആണ് ഒബ്വിയസ്ലി. ബട്ട് ഷീസ് എ വണ്ടർഫുൾ കുക്ക്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. സംസ്കൃതി എന്ന കുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ആവറേജ് ആയ ഒരു കുക്കാണ്. പിന്നെ ഞാൻ വഴിയില്ലാത്തത് കൊണ്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. കുക്കിങ്ങിനോട് താല്പര്യം വെച്ച് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കണ്ട എന്ന് വിചാരിച്ച് ഹോം മെയ്ഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഫോർ സർവൈവൽ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ കുറച്ച് രസകരമായ കാര്യങ്ങൾ ഈ ഇടയ്ക്ക് ഉണ്ടായി. അതായത് ആസ് എ വെജിറ്റേറിയൻ ഞാൻ ഈ ഇടയ്ക്ക് ചിക്കൻ കറി വെച്ചു. അങ്ങനെ കുറച്ച് രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇല്ല, ചിക്കൻ ഇടുന്നതിന് മുമ്പ് ഞാൻ മസാല ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് അത് ഓക്കെ എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനകത്ത് ചിക്കൻ ഇട്ടു. പിന്നെ അത് എന്തോ കാണാനൊരു അമ്മ ഉണ്ടാക്കണ പോലത്തെ ഒരു ലുക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത് അടച്ചു വെച്ച് അങ്ങനെ കൊണ്ട് കൊടുത്തു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഐ ഡോണ്ട് നോ. ബട്ട് പുള്ളി പറഞ്ഞനുസരിച്ച് ഇറ്റ് വാസ് നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, ഇഫ് യു വോണ്ട് ടു ഡു സംതിങ് യു വിൽ ഡു ഇറ്റ്. നീ ആ മനസ്സ് വെക്കുന്നത് വരെയുള്ള സംഭവമുള്ളൂ. അപ്പോൾ ഞാൻ ആ മനസ്സ് വെച്ചാൽ ഐ തിങ്ക് ഐ ക്യാൻ ഡു എ ലിറ്റിൽ മോർ ബെറ്റർ എന്ന് തോന്നുന്നു. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അച്ഛൻ എപ്പോഴും എന്നോട് പറയും, നീ വെറുതെ അതൊക്കെ നീ മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യമല്ല. നീ വിചാരിക്കും, നീ ഒന്ന് മനസ്സ് വെക്ക്, നടക്കും എന്ന് പറയും. സത്യം പറഞ്ഞാൽ ശരിയാണ്, ഞാൻ മനസ്സ് വെച്ചാൽ നടക്കും. പിന്നെ മനസ്സ് വെക്കാത്ത കുറച്ച് ഇതില്ല. ആ ഒരു പുഷാണ് ഞാൻ പറഞ്ഞ പുറകിൽ നിന്ന് അച്ഛനിൽ നിന്ന് എപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ലൈഫിൽ എല്ലാത്തിനും ഒരു പുഷ് ഒരാൾ വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷേ ഐ എം യൂസ്ഡ് ടു എന്താ പറയുക, അച്ഛനോട് സംസാരിച്ച് ആ ഒരു സംഭവം അങ്ങനെ യൂസ്ഡ് ആയിട്ടുണ്ട് ഞാൻ. എത്ര നാളായാലും ഐ വിൽ ബി ഹിസ് ബേബി ആൻഡ് ഐ വിൽ ഓൾവേസ് നീഡ് ഹിം. അപ്പോൾ ജീവിതത്തിൽ ഇനി ചെയ്യാനുള്ള കഥാപാത്രം അല്ലെങ്കിൽ ചെയ്യാൻ എന്ന് തോന്നുന്ന കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തിൽ എനിക്ക് ഇന്ന ലക്ഷ്യങ്ങളുണ്ടെന്നോ എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഒരു ലക്ഷ്യങ്ങളും ഒരുപാട് പ്ലാനിങ്ങുമായിട്ട് പോകുന്ന ഒരാളല്ല. ഐ ഗോ വിത്ത് ദ ഫ്ലോ. വാട്ട് എവർ ഹാപ്പൻസ് അതിനെ ആ സമയത്ത് എടുത്ത്
മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ ലക്ഷ്യങ്ങൾ എന്ന് ഇല്ല. ആഗ്രഹങ്ങളുണ്ട്. കുറച്ച് സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം, നല്ല ക്യാരക്ടർ ചെയ്യണം, അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്. ബട്ട് ഇന്ന സമയത്തിൽ ഇന്നത് വേണം, അങ്ങനെയൊന്നുമില്ല. എനിക്കെന്താണോ, എന്തായാലും ഐ ബിലീവ് ഇൻ ഡെസ്റ്റിനി. വാട്ട് എവർ ഇസ് സപ്പോസ് ടു ബി മൈൻ വിൽ ബി മൈൻ. ഐ വിൽ വർക്ക് ഹാർഡ് ടുവേർഡ്സ് ഇറ്റ്. ഞാൻ ഐ ബിലീവ് ഇൻ ദാറ്റ്. കാരണം ഡെസ്റ്റിനി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ സിമ്പിളായിട്ട് പോകാൻ പറ്റില്ല. വർക്കിംഗ് ഹാർഡ് ടുവേർഡ്സ് ഇറ്റ് വിൽ ടേക്ക് യു ടു എ ബെറ്റർ പ്ലേസ്. അപ്പോൾ ഇപ്പം സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ടോ? ഉണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന് പറഞ്ഞ സീരിയൽ പറഞ്ഞു, വാഴവിൽ മനോരമയിൽ. അതിൽ ഞങ്ങൾ 3 പേരാണ് ആക്ച്വലി. നൂബിൻ, ടോണിഷ, ഞങ്ങൾ ആൻഡ് ഞാൻ. അതിൻ്റെ കൂടെ ആക്ച്വലി എൻ്റെ അസിസ്റ്റൻറ്റും കൂടി ഉണ്ട് കേട്ടോ, മോനിഷ എന്ന് പറഞ്ഞൊരു കുട്ടി. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് എപ്പോഴും കമ്പനി കൂടുന്നത്. എപ്പോഴും എന്ന് വെച്ചാൽ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ്. അതിലെനിക്ക് ഭയങ്കരമായിട്ടൊരു അടുപ്പം ഫീൽ ചെയ്ത ഒരാളാണ് ടോണിഷ. ആരോടും തോന്നാത്ത ടൈപ്പ് ഒരു സ്നേഹം, ഒരു അറ്റാച്ച്മെൻറ്റ്, ആൻഡ് എന്തോ എൻ്റെതാണെന്നുള്ളൊരു ഫീലിംഗ്. അവളെ ഞാൻ വഴക്ക് പറയുമ്പോൾ അവളോട് സംസാരിക്കും കാര്യങ്ങളൊക്കെ, അവളോട് എന്തും എനിക്ക് തുറന്ന് പറയാമെന്നുള്ളൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇവർ 3 പേരുമാണ് കറൻ്റ്ലി ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഏറ്റവും കൂടുതൽ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ അല്ലാതെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇന്ന സ്ഥലത്തു നിന്ന് എന്നൊന്നുമില്ല. കോളേജ് പീരീഡ് എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. സ്കൂൾ ടൈമിൽ 2 പേരായിട്ടേ ഞാൻ 2-3 പേരായിട്ടേ ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളൂ, അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും സംസാരിക്കാറുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് ചെന്നൈയിൽ പോയപ്പോൾ എനിക്ക് കിട്ടി. ശ്രീപ്രീതി, ബെറ്റിന, ഹബീബ, അങ്ങനെ കുറച്ച് പേര്, ഒരു 3 ഗേൾസ് ഉണ്ട്. അവരും എൻ്റെ ഒരു ബിഗ് പാർട്ട് ഓഫ് മൈ ലൈഫാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ 3 പേർക്ക് അറിയാൻ പറ്റും. മിക്കപ്പോഴും ഞാൻ സംസാരിക്കുന്നവരാണ്. പിന്നെ ഈ സ്കൂളിലെ 2 ഫ്രണ്ട്സ്, പിന്നെ ഇപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ്. അത് ഞാൻ പറഞ്ഞു, കയ്യിലെണ്ണാവുന്ന അത്രയും ആൾക്കാരുണ്ട് എനിക്ക് പറയാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കറൻ്റ്ലി ഞാൻ വെരി ക്ലോസ് ടു ഈ 3 പേര്, നൂബിൻ, ടോണിഷ ആൻഡ് മോനിഷ. ആൻഡ് ടോണിഷ എടുത്ത് ഇച്ചിരി ഒരു കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് എന്തോ ഇറ്റ് വാസ് ക്വൈറ്റ് നാച്ചുറൽ ഫോർ മീ. അവളെ കണ്ട് ഞങ്ങൾ ക്ലോസ് ആയത്, ഒരു സിസ്റ്റർലി ബോണ്ട് ഉണ്ട് അവളുടെ അടുത്ത്. അപ്പം പ്രസൻ്റ്ലി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ്. ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സ്, മൂവീസോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ട്, പറയാറായിട്ടില്ല. ഓക്കെ. അപ്പം എന്തായാലും ഇനി അങ്ങോട്ടുള്ള എല്ലാം നല്ല പ്രോജക്ട്സുകൾ കിട്ടട്ടെ, ആഗ്രഹിക്കുന്ന പോലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാധിക്കട്ടെ, വിനീത് ശ്രീനിവാസനെ കാണാൻ ഈ ഷോയ്ക്ക് ശേഷം സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ഇൻ്റർവ്യൂവിന് ശേഷം വിനീത് ശ്രീനിവാസൻ ചിലപ്പോൾ അടുത്തൊരു മൂവിയിലേക്ക് ചിലപ്പോൾ വിളിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.